നമസ്കാരം. ഞാൻ ആകെ ക്ഷണിച്ച് പറ്റിയിട്ടുള്ളത് എനിക്കിത് മാത്രമേ, ബാക്കിയെല്ലാം നിങ്ങൾ നേതാക്കന്മാരോട് ചോദിച്ച കാരണമുണ്ട്. ഈ ഡൊമിനിക്കും ഞങ്ങളുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം വളരെതാണ്. അന്ന് 3 ത്രിമൂർത്തികളായിരുന്നു സ്ഥിരം വന്നിട്ടുണ്ട്. ഒന്ന് ബാബു, ഡൊമിനിക്ക്, ഒന്ന് ബെന്നി കാണാനില്ല. പുള്ളി യഥാർത്ഥ രാഷ്ട്രീയക്കാരനാണ്. അതൊന്ന് പോയി. ബാബു ഇടക്കിടക്ക് വരും. ബാബു ഒന്നുണ്ട്. പക്ഷേ ഡൊമിനിക് എന്ന് പറഞ്ഞാൽ മന്ത്രിയായിരുന്ന കാലത്തും അല്ലാതിരുന്ന കാലത്തും ഞങ്ങളുടെ വീട്ടിലെ ഒരു കുടുംബം പോലെ, ഒരു വീട്ടിലെ അംഗത്തിനെ കൊണ്ട് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഡൊമിനിക്കിനെ വിളിക്കണം. പള്ളുവിലത്തിലേക്ക് നടക്കുമ്പോൾ എന്ത് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു അതാണ് സൂചിപ്പിച്ചത്. ഡൊമിനിക്ക് വന്നു, വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഞാനും വേറെ ചിലരെയും കണ്ടുവിടാം. ഇരിക്കുന്നു അമ്പലപ്പുഴക്കാരൻ, അയാൾ മകൻ മുസ്ലിമാണ്. ഇവിടെ പിള്ളേരുടെ നിങ്ങളുടെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ കൂട്ടുകാരാണ്. അവരോട് ചെയ്യുക എന്താണ്, അവർക്ക് പ്രശ്നം വന്നപ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ യൂത്ത് മൂവ്മെൻറ്റുകാരാണ് അവർ സഹായിച്ച് പ്രശ്നങ്ങൾ തീർത്ത് അവർ എന്നെ ആദരിക്കാനോട് എത്തിക്കുക. അപ്പോൾ അവർ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ഒക്കെ വ്യത്യാസമില്ലാതെ അവർക്ക് അവരുടേതായ പ്രശ്നം വന്നു. അവരുടെ പ്രശ്നം തീർക്കാൻ ഇവിടുത്തെ യൂത്ത് മൂവ്മെൻ്റായ ചുണക്കുട്ടികൾ ഇടപെട്ട് അവർ പ്രശ്നം തീർത്തപ്പോൾ ഈ യോഗം നടത്തുന്നതിന് വേണ്ടിയിട്ട് 2-3 ദിവസമായിട്ട് അവരും ഇതിൻ്റെ പുറകെ കണക്കും മുടി കെട്ടാനും എൻ്റെ എല്ലാം പുറകെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് അഹവിജയായി പ്രവർത്തിച്ചു. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്നെ ഏറെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഓടിക്കുന്നത്. ഞാൻ ഒരു സമുദായത്തിനെതിരല്ല, പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെയും പറയും. എൻ്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്ത് കുന്ത എടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും. അവർ 24 മണിക്കൂറും ജാതി മാത്രം പറയുകയും ജാതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ആണ് എന്നെ ജാതിക്ക് പകരമായി പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഞാൻ എന്ത് തെറ്റ്? എൻ്റെ സമുദായം, ഞാൻ നേതാവാണ്. 30 കൊല്ലം നിങ്ങളെന്നെ സഹിച്ചു. നിങ്ങളെങ്ങനെ സഹിച്ചു? കാരണം നിങ്ങൾ എനിക്ക് ഒരു കസേര തന്നു, ആ കസേരയിൽ ഞാൻ ഇരുന്നു. അപ്പോൾ ഇതിക്ക് മുമ്പ് ഇരുന്ന് പലർക്കും ആ കസേരയിൽ ഇരുന്നു കൊണ്ട് മറ്റ് കസേരയിലേക്ക് കയറാനുള്ള താല്പര്യമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾ തന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് എന്നെ ഇരുത്തിയ സമുദായത്തിന് വേണ്ടി പറയുക, അതിനു വേണ്ടി പ്രതിജ്ഞാപരമായ പ്രവർത്തനങ്ങൾ എടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് അതിനപ്പുറത്തൊരു കസേരയിലേക്ക് ഞാൻ ആഗ്രഹിച്ചില്ല. നമ്മുടെ പൂർവികരായ പലരും കസേരയിൽ നിന്ന് SNDP യോഗത്തിൻ്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് മറ്റ് കസേരയിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ മോഹങ്ങൾ. എനിക്കൊരു രാഷ്ട്രീയ മോഹമില്ല. ഇപ്പം 88ആയി, ഒരു മാസം കഴിയുമ്പോൾ 89ആയി. ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചത് തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകും. അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ 56-ാമത്തെ വയസ്സ് മരിച്ചു പോയില്ലേ? എൻ്റെ നേരെ മൂത്തവങ്ങൾ മരിച്ചിട്ട് എത്ര നാളായി? അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മ 10 പ്രസവിച്ച് 12 മക്കൾ, 2 ഡബിൾ അടിച്ച്, അങ്ങനെ 12 മക്കളുള്ള ഇന്ന് 6 ആണും 6 പെണ്ണും ഉള്ളപ്പോൾ ഞാൻ ഒറ്റ ആളെ എന്നുള്ളൂ ആളായിട്ട്. ബാക്കിയെല്ലാം തീർന്നു. അപ്പം നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഞാൻ ചെയ്ത നന്മയുടെ പേരിൽ പാവങ്ങൾ നടത്തിയ പ്രാർത്ഥനകൾ കൊണ്ടാണ് എനിക്ക് വരാനും പറയാനും സാധിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, പണക്കാർക്ക് വേണ്ടി നിൽക്കുന്നവരല്ല. അതുകൊണ്ട് ഒരു പണക്കാരനും നമ്മളോട് ഇഷ്ടവുമല്ല. അവരുടെ ഇഷ്ടവും അനിഷ്ടവും ഇവിടെ ഒരു പ്രശ്നമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ.
ഇവിടെ സെൻസസ് എടുക്കണം, ജാതി സെൻസസ് എടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ, സാമൂഹ്യ സാമ്പത്തിക സർവേ ഇവിടെ എടുക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് കാരണം? ഓരോ സമുദായം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും വ്യവസായപരമായും എല്ലാം ഇവിടെ നിൽക്കുന്നു എന്നൂടെ അറിയണം. ജാതി സെൻസസിനോടുകൂടി എന്തേന്ന് പറയുന്നത് ചോദിച്ചാൽ അതെടുത്താൽ ഇവിടുത്തെ ശരിയായ മുഖം ഓരോ സമുദായം എവിടെ നിൽക്കുന്നു. സംഘടിത വോട്ട് ബാങ്കായി നിൽക്കുന്ന സമുദായങ്ങൾ വളർന്ന് പന്തലിച്ച് പന പോലെ വളർന്നപ്പോൾ അസംഘടിതമായി നിന്ന ഈഴവ സമുദായം തളർന്ന് തലകുത്തി താഴെ കിടക്കും. ഈ വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ സാമൂഹ്യ സാമ്പത്തിക സർവേ കൂടെ എടുക്കണം. വേറൊന്നും വേണ്ട. ഇവിടെ വീടില്ല. ആർക്കാണ് കേരളത്തിൽ വീടില്ലാത്തത്? ഈവരാതെ പിന്നോക്ക സമുദായത്തിനാണ് മഹാഭൂരിപക്ഷത്തിൽ വീടില്ലാത്തത്. ഇവിടെ ടൗണായിട്ട് പോലും 2.5 സെന്റ് താമസിക്കുന്ന ആളുണ്ട്. നിങ്ങളുടെ യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകരാണ്. ഇപ്പോഴാണ് ഞാൻ സഹായിക്കാം. എൻ്റെ കടമ എന്താണ്? ഇല്ലാത്തവരെ സഹായിക്കാം, ഉള്ളവരെ സഹായിക്കാനല്ല എൻ്റെ ജോലി. ഇല്ലാത്തവരെ സഹായിക്കാം. അവരെന്നെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഞാൻ പൈസ ഇനിയും അവരെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. വീടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇനിയും വീട് വയ്ക്കാം. മാത്രമല്ല, രോഗത്തിൻ്റെ കാര്യം പറഞ്ഞു. രോഗത്തിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങനെ അവശത അനുഭവിക്കുന്ന ലക്ഷം കണക്കിന് ആളുകളുള്ള ആരെവിടെയോ നമ്മൾക്കാണ്. ഇവരുടെ രക്ഷകരാണ് ഞാൻ. അതാണ് എൻ്റെ കർമ്മവും എൻ്റെ ധർമ്മവും. ഈ കസരയിൽ നിന്ന് മറ്റൊരു കസരയിലേക്ക് ചാടുകയല്ല എൻ്റെ ധർമ്മം. മൈക്രോ ഫൈനാൻസ് ഞാൻ മനസ്സിലാക്കി. നമ്മുടെ സമുദായം സാമ്പത്തികമായി വളരെ തകർച്ചയിലാണ്. വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും നമ്മൾ ഉയരണം. മൈക്രോ ഫൈനാൻസ് കോടിക്കണക്കിന് കൊടുത്തു. ഇപ്പം നിങ്ങളൊന്നും ആസ്വദിച്ച് വിടണം എൻ്റെ അപേക്ഷയാണ്. ഒരുപാട് സ്ത്രീകൾ ഇന്നും വളരെ കുറഞ്ഞ സമ്പത്ത് മാത്രമേ മൈക്രോ ഫൈനാൻസിലൂടെ എടുക്കുന്നുള്ളൂ. ഇടയ്ക്ക് നിർത്തിപ്പോയി. പുനരാപിച്ച് എത്ര കോടി രൂപ വേണമെങ്കിലും കുറഞ്ഞ പലിശയ്ക്ക് നിങ്ങൾക്ക് മൈക്രോ ഫൈനാൻസ് ഞാൻ തയ്യാറാണ്. അതുപയോഗിച്ച് നിങ്ങളുടെ ജീവിതം പച്ചപിടിച്ച് ഉയരണം. മറ്റുള്ള ഉയർന്നുമില്ലേ? നിങ്ങളൊന്ന് അയച്ചു നോക്കൂ. ഇവിടെ ഈ സ്കൂളുണ്ട്. ഈ സ്കൂളിൽ പണ്ട് ഇഷ്ടംപോലെ ഈഴവർ പഠിച്ചിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഈഴവരുടെ എണ്ണം വളരെ കുറവാണെന്നാണ് മാനേജർ. എവിടെ പോയി ഈഴവർ? അതുപോലെ ഞാൻ മാനേജരായ ഒരു സ്കൂളുണ്ട് ആലുവ. അന്ന് ഞാൻ ആദ്യം ഭരണഭാരമേൽക്കുന്ന സമയത്ത് ഈഴവർ നിറയെ പഠിക്കാനുണ്ടായിരുന്നു. ഇന്ന് മെരിറ്റിൽ പോലും ഈഴവൻ അവിടെ ഇല്ല പഠിക്കാൻ. അതിൻ്റെ പഠനം ഞാൻ നടത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഈഴവുണ്ടായിരുന്നു, അവിടെ ഈഴവുണ്ടായിരുന്നു. ഇവിടെ സ്ഥലത്തിന് വില കൂടിയപ്പോൾ ആ സ്ഥലം വിറ്റിട്ട് അവൻ ഇവിടെ സ്ഥലം വിട്ടു. അങ്ങനെ എത്രയോ ഈഴവര് സ്ഥലം വിറ്റ് നല്ല വില കിട്ടിയപ്പോൾ സ്ഥലം വിറ്റ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി, കിഴക്കോട്ട് പോയി, കാട്ടിലിട്ട് പോയി. അപ്പോൾ ഇവിടെ കാലിയായി. മറ്റുള്ളവരത് വാങ്ങി. ആ വാങ്ങിയവരാര്, കൊടുത്തവരാരെന്ന് സർവ്വ നോക്കിയാൽ കൊടുത്തവരെല്ലാം നമ്മളാണ്, വാങ്ങിയവരെല്ലാം ന്യൂനപക്ഷങ്ങളാണ്. ഈ രാജ്യത്ത് നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകുമ്പോൾ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമോ എന്ന് നോക്കാതെ ഈ രാജ്യത്ത് സാമൂഹ്യ നീതി നടപ്പാക്കണ്ടേ? വിദ്യാഭ്യാസ നീതി, രാഷ്ട്രീയ നീതി, സാമ്പത്തിക നീതി, ഇതിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് തെറ്റാണെന്ന് പറയാനൊക്കെ. ഈ എറണാകുളം ജില്ലയിൽ എത്ര സ്കൂളുകൾ നമുക്കുണ്ട്, എത്ര കോളേജുണ്ട്? എസ്.എൻ.ട്രസ്റ്റിന് ഒറ്റ കോളേജുമില്ല. നിങ്ങളുടെ കുട്ടികൾ കോളേജ് വിദ്യാഭ്യാസം വേണം, എവിടെ പോകണം? ഇല്ലാത്തത് ചോദിച്ചാൽ ജാതി പറഞ്ഞു എന്നല്ല, നീതി പറഞ്ഞു. നമ്മളെല്ലാം പറഞ്ഞാൽ ജാതിയായി, മറ്റുള്ളവരെല്ലാം പറഞ്ഞാൽ നീതിയായി. ഇതാണ് ഇവിടെ നടക്കുന്നത്. സത്യം തുറന്ന് പറഞ്ഞാൽ എൻ്റെ കോലം കത്തിക്കും.
ഈ കോലം കത്തിക്കലല്ലേ, എൻ്റെ കോലമല്ല. എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മാറത്തില്ല. എൻ്റെ മരണം വരെ ഞാൻ അതിനകത്ത് പുറത്തെടുക്കും. ഒരു ചാനൽ ചർച്ച വന്നാലും ചർച്ചയെ കണ്ട് ഭയന്നുകൊണ്ട് ഒളിച്ചോടുന്നതല്ല. ഞാൻ തീ കുരുത്തവനാണ്, വെയിലത്തൊരിക്കലും മാടത്തില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, മലപ്പുറത്ത് ഒരു സ്കൂള് പോലും നമുക്കില്ല എന്നെൻ്റെ സമുദായത്തിൻ്റെ ദുഃഖം ഞാൻ പറഞ്ഞാൽ അധികാരികൾ എനിക്ക് തരണമേ എന്നുള്ള കരുണയോടുള്ള അപേക്ഷയാണ്. അതിന് ഞാൻ മുസ്ലിം സമുദായത്തിന് മൊത്തം ആക്ഷേപിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് എന്നെ തകർക്കാൻ, എൻ്റെ കോലം കത്തിക്കാൻ എന്ത് ഹീനമായും മുസ്ലിം സമുദായത്തോട് നമുക്ക് ആർക്കും വിരോധമില്ല. പക്ഷേ ആ നയം അവിടെ നമുക്കൊന്നും കിട്ടാത്തത് ചോദിച്ചാൽ മുസ്ലിം വിരോധമായി. അങ്ങനെയാണ് എല്ലാം ഒന്നാം തീയതി കൃത്യമായി ഒന്ന് വർഷങ്ങളായി എൻ്റെ കയ്യിൽ നിന്ന് ഓണത്തിന് വിഷുവിന് കൈനീട്ടം വാങ്ങുന്ന മുസ്ലിമാണ് ഈ ഇരിക്കുന്നത്. പുള്ളിയുടെ ഐശ്വര്യം എൻ്റെ കയ്യിൽ നിന്നാണ്. നമ്മുടെ കണക്ക് മുഴുവൻ ട്രസ്റ്റിൻ്റെ കണക്ക് എത്രയോ കൊല്ലങ്ങളാണ് മുസ്ലിമായ റഹീം അസോസിയേറ്റ്സ് അല്ലേ പറയുന്നു. അതിന് നമ്മൾ ജാതി കണ്ട് പറഞ്ഞവരാരെങ്കിലും നമ്മൾ മാറ്റിയിട്ടുണ്ടോ? 30-32 കൊല്ലമായി മുസ്ലിം. അവരെ SNDP യോഗത്തിന് മുഴുവൻ കേസ് കൊല്ലത്ത് നടത്തുന്ന ആരാണ്? ഒരു മുസ്ലിം അഡ്വക്കേറ്റ് തന്നെയാണ്. അവിടെ ഇല്ലായിട്ടല്ല, ഇത് നായല്ലായിട്ടല്ല, അവിടെയും പ്രഗത്ഭരായ അഡ്വക്കേറ്റ് ഉണ്ടായിട്ട് പോലും നമുക്കൊന്നുകൂടെ വിശ്വസ്തരായെന്ന് തോന്നിയ നിസാറിൻ്റെയാണ് അഡ്വക്കേറ്റായിട്ട് കൊല്ലത്ത് നമ്മൾ യോജിക്കുന്നു. നമുക്കിവിടെ എങ്ങും ജാതി കാണുന്നില്ല. നമുക്ക് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് പറഞ്ഞാൽ അതിനെതിരെ തർക്കിക്കാനും തകർക്കാനും വരുന്ന ശക്തികളെ മുമ്പിൽ, ഇതുപോലുള്ള മുട്ടാളന്മാരുടെ മുമ്പിൽ മുട്ടുമുടക്കുക അല്ല നമുക്കുണ്ട്. പ്രതികരണ ശേഷി വേണം. നമ്മളെന്താ നന്നാകാൻ കഴിയും? അവർ നന്നായി, ഇവിടെ ക്രിസ്ത്യാനി മുസ്ലിം നന്നായി, നായർ നന്നായി, വളരെ നന്നായി, നല്ലത് തന്നെ. അത് കണ്ട് നമ്മൾ പഠിക്കണമെന്ന് ഞാൻ പറയാറുള്ളത്. അവർ നന്നായാലോ അവർ അവകാശം നേടിയാലോ ഒന്നും ഞാനും കുഴപ്പം പറയില്ല. അവർ യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ സന്ദേശം സംഘടിച്ച് ശക്തരാകുക എന്നും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന ആ സന്ദേശം ആ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച് പ്രവർത്തിച്ചവരാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം തന്നെ. അതുകൊണ്ട് അവരെവിടെ എത്തി? മുസ്ലിങ്ങളിവിടെ എത്തി. അവരൊന്നായി, നന്നായി. മുസ്ലിങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസമുണ്ട്, സുന്നികളുണ്ട്, അതുപോലെ പല വിഭാഗം തമ്മിൽ തർക്കമുണ്ടെങ്കിലും അവരുടെ സമുദായത്തിൻ്റെ കാര്യം വരുമ്പോൾ ഒന്നായി നിന്നില്ലേ? ഇപ്പൊ തന്നെ മുസ്ലിം ലീഗ് ആരാണ്? ഇപ്പൊ പറഞ്ഞൊരു മതേതര പാർട്ടിയാണെന്നൊരു ഇവിടെ പറയിപ്പിക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ അവരാരാണ്? മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിം കൂട്ടായ്മ എന്നാണ്. ആ കൂട്ടായ്മ അവരുണ്ടാക്കി, അവരുടെ അതിലൊരു മെമ്പറാരാണ്? എല്ലാം മുസ്ലിം തന്നെ. MP ആണ് മുസ്ലിം തന്നെ, MLA ആണ് മുസ്ലിം തന്നെ. എന്നിട്ട് മതേതര പാർട്ടിയാണ് അവരിന്നിപ്പോൾ എവിടെ എത്തി? നെഹ്റു എന്നാ ഒരു കാലത്ത് അവരെ പറ്റി പറഞ്ഞു, മുസ്ലിം ചത്ത കുതിര എന്നല്ലേ പറഞ്ഞത്. മുഹമ്മദ് കോയ പറഞ്ഞത് ഇത് ചത്ത കുതിരയല്ല, ഇത് ഉറങ്ങുന്ന സിംഹമാണെന്ന് പറഞ്ഞത്. സത്യമല്ലേ? കാര്യങ്ങൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവരൊന്നായി, സംഘടിച്ച് ശക്തരായി. മുസ്ലിം സമുദായം കേരളത്തിൽ നിന്ന് ആരായി? അജയ്യ ശക്തിയായി മാറി. കേരളം ആര് ഭരിക്കണമെന്നും അവിടെ നിന്നുകൊണ്ടൊരു ഗർജനം നടത്തിയാൽ ഇവിടെയുള്ള പാർട്ടികളുടെ പലതിൻ്റെ മുട്ടിട്ട് അടയ്ക്കുന്ന അവസ്ഥ നമുക്ക് കാണുമ്പോൾ ഇവിടെ ജനാധിപത്യം മരിച്ചുപോയില്ലേ? മതാധിപത്യത്തിൻ്റെ കാലത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഇപ്പൊ തന്നെ ലീഗ് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് 18 തീയതിയുണ്ട്, 2 തോറ്റലുണ്ട്, അത് വെച്ച് മാറണം. ഇനി 4 ഞങ്ങൾക്ക് തിരുക്കൊച്ചി വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തായി? 10-24 ജയിച്ചെടുത്താൽ അടുത്ത മുഖ്യമന്ത്രി ഞങ്ങളായിരിക്കണം എന്ന്
തീരുമാനിക്കാനുള്ള ആ ആർജവത്തിലുള്ള മുൻപോട്ട് നീങ്ങുകയാണ്. ഇത് പറയുമ്പോൾ ഇവിടെ വേറെ ആളുകൾ ജീവിച്ചതുകൊണ്ട് ഇത് നമ്മളും കാണുന്നുണ്ട്. അവരെക്കാളും ഒട്ടും എണ്ണത്തിൽ കുറവല്ലാത്ത ഈഴവരുണ്ട്, ഹിന്ദുക്കളുണ്ട്. ഇവർക്കാർക്കും ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല. ഇവർക്കാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നവരാണ് ഞാൻ കാണുന്നില്ല. ഏത് പരിഷ്കാരമുള്ള ഗവൺമെന്റ് വരാൻ പോലും മതപണ്ഡിതന്മാരെ, മുസ്ലിങ്ങളിലെ മതപണ്ഡിതന്മാരായ കാന്തപുരം ഉൾപ്പെടെയുള്ള ഇടപെടുകയാണ്. സ്കൂൾ പരിഷ്കാരം വരുത്താൻ, സമയമാറ്റം വരുത്താൻ, എന്ത് പറഞ്ഞാലും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുമ്പോഴെല്ലാം മതത്തിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ട് മതത്തിൻ്റെ ആളുകൾ അതിലിടപെടുകയാണ്. മതപണ്ഡിതന്മാരിടപെടുകയാണ്. പാർട്ടിയേക്കാൾ മതപണ്ഡിതന്മാരിടപെട്ടുകൊണ്ട് പ്രസ്താവനകളും അത് വെല്ലുവിളികളും ഭരണത്തെ വെല്ലുവിളിക്കുന്നു. ഇത് നിങ്ങൾ നടപ്പാക്കാൻ പോയാൽ നിങ്ങൾ അനുഭവിക്കും, ഞങ്ങൾ തകർത്ത് കളയുന്നതും മതപണ്ഡിതന്മാർ വരെ പ്രഖ്യാപനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഇവിടെ എത്തി എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മളവിടെ കിട്ടുന്നു. നമ്മുടെ വോട്ടിനും നമ്മുടെ ജനത്തിനും ഒരു വിലയുമില്ല. മതപണ്ഡിതന്മാരും അവർ പറയുന്നവർക്കും മാത്രമേ വിലയുള്ളൂ ഈ രാജ്യത്ത് എന്ന് എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടമായി. നിങ്ങളൊന്ന് ആലോചിക്കൂ, ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ആധിപത്യമില്ലേ ജനാധിപത്യം? ഇവിടെ എത്ര MLA-മാരുണ്ട് എറണാകുളത്ത് സമുദായത്തിൽ, എത്ര MP-മാരുണ്ട് ഈ സമുദായത്തിൽ? ഇതെല്ലാം പോട്ടെ, നിങ്ങളുടെ കോർപ്പറേഷനിൽ എത്ര MLA മെമ്പർമാരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നു? മറ്റ് സംഘടിത മതശക്തികളും സവർണ ശക്തികളും ആള് പറഞ്ഞു എണ്ണം പറഞ്ഞുകൊണ്ടും അവർ ബാർഗൈൻ ചെയ്ത് സീറ്റ് വാങ്ങി അവർ ജയിക്കുമ്പോൾ അവർക്ക് വോട്ട് കൊടുക്കാനുള്ള വോട്ടുകുത്തി യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായം മാറിയാൽ മതിയോ? അധികാരത്തിൽ അധസ്ഥിതന് അധികാരം വേണ്ടേ? ആ അധികാരത്തിൽ അധസ്ഥിതനുണ്ടാകണമെങ്കിൽ നമ്മുടേതായ താല്പര്യങ്ങളും നമ്മുടേതായ നീതികളും നടപ്പാക്കണമെങ്കിൽ ഒപ്പിട്ടെടുക്കുന്ന സ്ഥാനത്ത് നമ്മളും വേണം. ഇവിടെ വരുന്നപ്പോൾ അടുത്ത വരികയാണ് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റിയിലുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ അർഹമായ പ്രാതിനിധ്യം വാങ്ങാൻ നമുക്ക് സാധിക്കണം, നേടിയെടുക്കാൻ സാധിക്കണം. നിങ്ങളൊരു പാർട്ടി മാറണ്ട, നിങ്ങൾ ഇഷ്ടമുള്ള പാർട്ടി, വിശ്വസിക്കുന്ന പാർട്ടി നമ്മുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടത് ചെയ്യാതെ എല്ലാവരെയും വിളിച്ചാതിരിക്കുകയും അവർക്കെല്ലാം വോട്ട് കൊടുക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി പ്രതികരിക്കുന്ന ഒരു സമുദായമായി, തൊഴുന്തോറും തൊഴിക്കുകയും തൊഴിക്കും തോറും തൊഴുകയും ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഈഴവത്തിവറ്റ ഈഴവനാണെന്നുള്ള പറഞ്ഞ ഡോക്ടർ പൽപ്പിൻ്റെ ആ വിചാരങ്ങൾ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഭാവി ജീവിതം കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിച്ചില്ല എങ്കിൽ ഇന്നും ഈ രാജ്യത്ത് നിയമം ഉണ്ടായിട്ട് പോലും 75 കൊല്ലത്തിന് മേലായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് പോലും എന്തേ ഇപ്പോഴും 2 സെന്റിൽ കഴിയുന്നു. നമുക്കെന്തേ വീടില്ലാത്തത്? ഒരു ക്രിസ്ത്യാനിക്ക് വീടില്ല എന്നുള്ള പരിദേവനം കേൾക്കുന്നില്ല, ഒരു മുസ്ലിമിന് ഒരു വീടില്ല എന്നുള്ള പരിദേവനം കേൾക്കുന്നില്ല, ഒരു നായർക്ക് വീടില്ല എന്നുള്ള പരിദേവനം കേൾക്കുന്നില്ല. ഇവിടെ കേൾക്കുന്നത് മുഴുവൻ ഈഴവനാണ് വീടില്ലാത്തത്. എന്തുകൊണ്ട്? ഈ രാജ്യത്തിൻ്റെ പരിഷ്കാരങ്ങൾ, നിയമനിർമ്മാണങ്ങൾ, ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോഴൊന്നും നമ്മളെന്നും പരിഗണിച്ച് സാമ്പത്തികമായി ഉയർത്തുവാനുള്ള പദ്ധതി ആവിഷ്കരിക്കാതെ വന്നപ്പോൾ നമ്മളെല്ലാം കെട്ടിയിടത്ത് കിടന്നു പോകുന്നവർ. ഇത് നാം മനസ്സിലാക്കുന്നില്ല. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള ഒരു മേഖലയുണ്ട്, തൊഴിലുറപ്പ്. അത് നല്ല ഉറപ്പാണ്. ഇന്ന് തൊഴിലുറപ്പ് മേഖലയിൽ നിങ്ങൾ നോക്കൂ, നിങ്ങൾ എത്രയോ പേര് തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ആ തൊഴിലുറപ്പ് മേഖല എണ്ണി നോക്കിയാൽ മഹാഭൂരിപക്ഷം ഈഴവരാണ്. ഈഴവരെന്തുകൊണ്ട് തൊഴിലുറപ്പിലേക്ക് മാത്രം ഒതുക്കപ്പെട്ടു?
മറ്റുള്ള എന്തുവേണ്ടി പട്ടികജാതിക്കാരും പോലും തൊഴിലുറപ്പ് മേഖലയില്ല. അവർക്ക് സംരക്ഷണം മറ്റ് ആനുകൂല്യം കിട്ടിക്കൊണ്ട് അവർ ഉയർന്ന മേഖലയ്ക്ക് പോയപ്പോൾ മറ്റു ഭാഗങ്ങളും പോയി, ന്യൂനപക്ഷങ്ങളും പോയപ്പോൾ പേര് കേട്ടാൽ ന്യൂനപക്ഷമാണ്. ഇന്ന് ന്യൂനപക്ഷം ഭൂരിപക്ഷവും ന്യൂനപക്ഷമായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ അരിയിൽ നിന്ന് ആശാരിച്ചിനെ കടിച്ച് പിന്നെയും കുരയ്ക്കുന്നു എന്ന നിലയിൽ ചാടിക്കടിക്കാൻ എന്നെ വരികയാണ്. ഞാൻ എന്ത് ജാതി പറയാൻ പാടില്ലേ? ജാതി പറയും. ജാതി സംവരണം ഇവിടെ നിൽക്കുന്നു. ജാതിക്ക് അധിഷ്ഠിതമായ നിയമങ്ങളും ചട്ടങ്ങളിലൂടെ നിൽക്കുന്നു. ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിനായാലും 14 സീറ്റ് പട്ടികജാതി വർഗത്തിൽ റിസർവേഷൻ ഇവിടെയുണ്ട്. ജോലിക്ക് സംവരണം, ഇതെല്ലാം ജാതിക്കാണ്. ജാതിക്ക് അധിഷ്ഠിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഇവിടെ നിൽക്കുമ്പോൾ ഈഴവൻ മാത്രം ജാതി പറയാൻ പാടില്ല. എല്ലാ പക്ഷിക്കും ചലയ്ക്കാം, ഈഴവ പക്ഷിക്ക് മാത്രം ചലയ്ക്കാൻ പാടില്ല. ഇവിടെ മുസ്ലിമിന് ജാതി പറയാം, ക്രിസ്ത്യാനിക്ക് പറയാം, നായർക്ക് പറയാം, എല്ലാവർക്കും പറയാം. ഈഴവൻ പറഞ്ഞു പോയാൽ ഗുരു നിന്നയായി. ഒരു ജാതി വിരോധമാണ്, അതുകൊണ്ട് നിങ്ങൾ ജാതി പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുവിനെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെയും ശൈലിയെയും തകർക്കുന്ന ഒരു ശൈലിയാണെന്ന് കാണുന്നത്. ഗുരുവിൻ്റെ ദർശനങ്ങളെ സൗകര്യം പോലെ വ്യാഖ്യാനിക്കുക. അന്ന വസ്ത്രാദി മുട്ടാതെ എന്ന് പറഞ്ഞാൽ അന്നത്തിൽ വസ്ത്രം മുട്ടാതെ കഴിക്കണമെന്നാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കുന്ന ആളുകളുള്ളതാണ്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ തുണി അന്നത്തിൽ കഞ്ഞിയാണ്, കഞ്ഞി മുട്ടരുത്. അതാണ് അന്നത്തിൽ വസ്ത്രാദി മുട്ടാതെ. ഇങ്ങനെ ഓരോന്നും ഓരോ സാഹിത്യകാരന്മാരും ഓരോരുത്തരും ഓരോ ഭാഗം ഗുരു പറഞ്ഞതിനെ അടർത്തിയെടുത്ത് ഇവിടെ ഗുരു പ്രതിനിധാനം ചെയ്തു. ഗുരുദേവൻ എഴുതി വെച്ച 120 കൊല്ലങ്ങൾക്ക് മുമ്പ് കിട്ടിയ ഭരണഘടനയിൽ ഈഴവന്റെ ലൗകികം, വിദ്യാഭ്യാസ, ആരാധന, വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യം ചെയ്യുന്നതിന് വേണ്ടി അരുവിപ്പുറത്തും ആവശ്യമുണ്ടെങ്കിൽ മറ്റുള്ള പ്രദേശങ്ങളിലും ബ്രാഞ്ച് സ്ഥാപിക്കുവാൻ വേണ്ടി ഇതിനാൽ രാജാവിന് വേണ്ടി ദിവാനായ ഞാൻ തന്ത്രിക്ക് ലൈസൻസാണ് എന്ന് രാമരായ ഒപ്പിട്ട ലൈസൻസിലാണ് ഇന്ന് ശ്രദ്ധിക്കുകയോ? അത് ജാതി തന്നെയുണ്ട്. ഈഴവൻ ഒരു സമാധിയാകുന്നവരെ അത് മാറ്റിയിട്ടില്ല. NSSൽ നമുക്കൊരു മെമ്പർഷിപ്പ് തരുമോ? മുസ്ലിം ലീഗ് നമുക്കൊരു മെമ്പർഷിപ്പ് തരുമോ? അപ്പോൾ മറ്റുള്ള എല്ലാ സമുദായങ്ങൾക്കും ജാതി പറഞ്ഞ് സംഘടനയും മെമ്പർഷിപ്പും ഉള്ളപ്പോൾ ഈഴവനിൽ മാത്രം എല്ലാവർക്കും കയറി ഇറങ്ങാനുള്ള ഒരു പ്രസ്ഥാനമായി കാണുകയും നമ്മുടെ ഉപബോധ മനസ്സിനെ തളർത്തിക്കൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ചട്ടകമായി ഈഴവൻ മാറി. അപ്പോഴാണ് നമ്മൾ തകർന്നത്. നമുക്ക് വേണ്ടി പറയാനായി ആർഷങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ സമുദായത്തിന് അർഹതപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനം ഒപ്പിട്ട് കൊടുക്കുന്നു, മറ്റുള്ള സമുദായത്തിന് അർഹതപ്പെട്ടു കൊടുക്കുന്നു എന്ന് പറഞ്ഞത് മഹാനായ ആർഷങ്ങൾ അധികാരത്തിൽ നിന്ന് പക്ഷേക്കാണ്. ആ ആർഷങ്ങൾ അധികാരത്തിൽ നിന്ന് അടിച്ചിറക്കിയ കാര്യം ഇവിടെ കേരള കോൺഗ്രസ് ഉണ്ടായി. ഒരു ഈഴവൻ ഒരിക്കലും ഇവിടെ വളരാൻ മറ്റു സമുദായങ്ങൾ അനുവദിക്കില്ല. അച്യുതാനന്ദൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? ഗൗരിയമ്മ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? CK ശിവൻ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചില്ലേ? അച്യുതാനന്ദൻ പിണറായി എത്തുകാരായെന്ന് വിളിച്ചില്ലേ? ആർഷങ്ങളെ അടിച്ചിറക്കില്ലേ? കേരളത്തിൽ ഈഴവരോട് തിരിച്ചു നിന്ന് കത്തിവെക്കുന്ന സംസ്കാരം. ഒരിക്കലും ഒരു ഈഴവന നേതാവിനെ വളർത്തി ചരിത്രം ഒരു രാഷ്ട്രീയ കക്ഷിയിലൂടെ ഇല്ല. ഇപ്പൊ പിണറായി ഉണ്ട്. ഇനി ഒരു 100 കൊല്ലത്തിനുള്ളിൽ ഒരു മുഖ്യമന്ത്രി ഈഴവൻ ഇവിടെ ഉണ്ടാകുമെന്ന് നിൽക്കുന്നില്ല. ഒരു പാർട്ടിയിൽ കോൺഗ്രസിലൂടെ ആയിരിക്കും. അവിടെ മുഖ്യമന്ത്രി അങ്ങനെ 5-6 പേര് നടക്കുകയാണ്. ബാബുരാണ് 5-8 നടക്കേണ്ട മുഖ്യമന്ത്രിയാണ്. ഇത് ഏത് പാർട്ടിയിലാണ്?
ഈവനെ മുഖ്യമന്ത്രിയായി പോയിരിക്കും. ഈ അദ്ദേഹത്തിന് ശേഷം കേരള ചരിത്രത്തിൽ അടുത്തെങ്ങൊരു ഈവൻ ഇവിടെ മുഖ്യമന്ത്രിയാകാനുള്ള യാതൊരു അവസ്ഥാവിശേഷം കേരള രാഷ്ട്രീയത്തിൽ കാണുന്നില്ല. ഇത് ബാക്കിയുള്ളവർക്ക് ആകാൻ ഇഷ്ടംപോലെ ഉണ്ട്. നായർക്കാർ 100 ഡേസിനും വേണമെങ്കിൽ തയ്യാറായതുകൊണ്ട്, മുസ്ലിങ്ങൾ ഇഷ്ടം പോലെയുണ്ട്, ക്രിസ്ത്യാനികൾ അതിൻ്റെ അപ്പുറത്തുണ്ട്. നമുക്ക് മാത്രമില്ല നേതാക്കന്മാരെ. ഇടയ്ക്ക് വെച്ച് മടങ്ങി പോകും. നിങ്ങളൊന്ന് ആലോചിച്ചു, കേരള കോൺഗ്രസ് അതെന്തിനാണ് ഉണ്ടായത്? ആദ്യം ആർഷങ്കർ താഴെ ഇറക്കാനുണ്ടായതല്ലേ? ആ കേരള കോൺഗ്രസ് ഇപ്പോൾ എവിടെ എത്തി? അതിൻ്റെ പിൻബലമേത്? കേരള കോൺഗ്രസ് നയിക്കുന്ന ബിഷപ്പുമാരാൽ നയിക്കപ്പെടുന്നത്. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന ആ പാർട്ടിയാണെങ്കിൽ പോലും അവരുടെ സമുദായത്തിന് വേണ്ടി ഏതളവിനെ എന്തും ചെയ്യും. നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പി ജെ ജോസഫ്. ആ പി ജെ ജോസഫിൻ്റെ വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കണ്ണന്താനം, വിദ്യാഭ്യാസ കണ്ണന്താനം പറഞ്ഞല്ലോ, എൻ്റെ സമുദായത്തിൽപ്പെട്ട 34 പേർക്ക് ഞാൻ കോളേജ് അനുവദിച്ചു കൊടുത്തിട്ട് ഒറ്റ ക്രിസ്ത്യാനി എന്നോട് നന്ദി പറഞ്ഞില്ല. എന്തും ഭംഗിയായിട്ട് ശക്തമായിട്ട് പറഞ്ഞു. ഏതെങ്കിലും പാർട്ടിക്കാർ പ്രതികരിച്ചോ? ജോസഫും കണ്ണന്താനം. ഇപ്പൊ കണ്ണന്താനം പാർട്ടി മാറി BJP ആയി. BJP ആയപ്പോഴും അദ്ദേഹത്തിന് ടൂറിസം കിട്ടി. സകല പള്ളിയിലും കയറി ഇറങ്ങി ആ ടൂറിസം കാശ് മുഴുവൻ ആ പള്ളിക്കാണ് കൊടുത്തത്. പക്ഷേ കുരിശില്ലാത്ത ഈ പള്ളിക്കൊന്നും തന്നില്ല. കുരിശുള്ള പള്ളിക്കും ഇഷ്ടംപോലെ ടൂറിസത്തിൻ്റെ കാശ് കണ്ണന്താനം കൊടുത്തത്. ഇതാണ് ഇവരുടെ എല്ലാം മനസ്സിൽ നിന്ന് എപ്പോഴും ജാതി മാറത്തില്ല. ഭരണത്തിൽ ഇരുന്നപ്പോഴും അവിടെ ജാതി വിട്ടുതരത്തില്ല. ഇവന് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും നമുക്ക് തോന്നുന്നു. ശങ്കരശേഷൻ വിദ്യാഭ്യാസ മേഖല നമുക്ക് എന്ത് തന്നു? ഇവരെല്ലാം തന്നെ അവരുടെ സ്വന്തം ജാതിക്ക് വേണ്ടി. ഇത് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ അപ്പൊ എന്തിനാണ് മലപ്പുറത്ത് നമ്മളെ ഒന്നുമില്ലേ? അണ്ണനും തമ്പിയായിട്ട് ഞങ്ങളെല്ലാം ലീഗുമായിട്ട് ചേർന്നുകൊണ്ട് പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊണ്ണ എന്നൊക്കെ പറഞ്ഞ് കെട്ടി നടന്ന് എത്ര ലക്ഷം രൂപ ഞാൻ ലീഗും നേതാക്കന്മാരും ആയിട്ട് കടന്നു. ഇവിടെയെല്ലാം സമരത്തിന് പോയി. എൻ്റെ കാശ് മുടക്കി തിന്ന് മേടിച്ച കാശ് തരാന്ന് പറഞ്ഞ് മേടിച്ച. ഡൽഹി മാർച്ച്, നിങ്ങളുടെ ഹൈക്കോടതി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, PSC ഓഫീസ് മാർച്ച്, എല്ലാ മാർച്ചും കാശ് ഭൂരിപക്ഷം കൊണ്ടുപോയി. ആളും അർത്ഥം നമ്മുടെ ഇതെല്ലാം നടത്തി ഭരണത്തിൽ കിട്ടിയപ്പോൾ എന്താ ചെയ്യുന്നത്? സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നരേന്ദ്രൻ കമ്മീഷൻ